സിയോൻ സൈന്യമേ ഉണർന്നിടുവീൻ, പൊരുതു നീ ജയമെടുത്തു വിരുദു പ്രാപിക്കാ. സിയോൻ സൈന്യമേ ഉണർന്നിടുവിൻ, പൊരുതു നീ ജയമെടുത്തു വിരുദു പ്രാപിക്കാം. കേൾക്കാരായി തൻ കാഹളധ്വനി നാം പോകാരായി ഈ പാർത്തലം വിട്ട് തേജാസേറും പുരേ. കേൾക്കാരായി തൻ കാഹളധ്വനി നാം പോകാരായി ഈ പാർത്തലം വിട്ട് തേജാസേറും പുരേ. ക്രിസ്തേശുവിനായി കഷ്ടം സഹിച്ചോർ നിത്യായുഗങ്ങൾ വാഴും സ്വർഗ സിയോനിൽ. ക്രിസ്തേശുവിനായി കഷ്ടം സഹിച്ചോർ നിത്യായുഗങ്ങൾ വാഴും സ്വർഗ സിയോനിൽ. കേൾക്കാരായി തൻ കാഹളധ്വനി നാം പോകാരായി ഈ പാർത്തലം വിട്ട് തേജാസേറും പുരേ. കേൾക്കാരായി തൻ കാഹളധ്വനി നാം പോകാരായി ഈ പാർത്തലം വിട്ട് തേജാസേറും പുരേ. ഹല്ലേലൂയ. നന്ദി പിതാവേ, സ്തുതിക്കുന്നു കർത്താവേ, സ്തോത്രം ചെയ്യുന്നു. കരുണയുള്ള നാഥ, സ്വർഗസ്ഥ പിതാവേ, അതിമനോഹരമായ നല്ല പ്രഭാതത്തിനായി നന്ദിയോടെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. ഉറങ്ങി ഉണർന്ന് കർത്താവിനെ മഹത്വപ്പെടുത്തുവാൻ ഒരു ദിനം കൂടെ ദാനമായി തന്നല്ലപ്പാ. നന്ദി നിറഞ്ഞ ഹൃദയത്തോടെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു കർത്താവേ. ആമേൻ. ഇന്ന് പകൽക്കാലം ജീവിപ്പാൻ ആവശ്യമാർന്ന ദൈവകൃപയും അനുഗ്രഹവും അവിടുത്തെ പക്കല ദാനമായി തന്ന് സഹായിക്കേണ്ടതിനായി അടിയനങ്ങയോട് പ്രാർത്ഥിക്കുന്നു കർത്താവേ. എൻ്റെ പ്രാർത്ഥനയെ ചോദിച്ച പ്രിയ മക്കളുമായി കടന്നു വരിക. ഈ പ്രാർത്ഥനാ ശബ്ദം ശ്രവിക്കുന്ന ഓരോ മക്കളെയും ഏൽപ്പിക്കുക. ഞങ്ങളുടെ കുടുംബത്തെ തിരുക്കരങ്ങളിൽ സമർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുന്നു കർത്താവേ. ഞങ്ങളുടെ ദേശത്തെ ഓർക്കുക, ഞങ്ങൾ പാർക്കുന്ന ഭവനത്തെ ഓർക്കുക, ഞങ്ങളുടെ പ്രാർത്ഥനാ വിഷയങ്ങളെ സമർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുന്നു കർത്താവേ. എൻ്റെ സ്വർഗമടിയങ്ങളോട് കരുണ കാണിച്ച് മനസ്സലിഞ്ഞ് ഇന്ന് വരെ അത്ഭുതം അതിശയമായി ഞങ്ങളെ നടത്തിയ വിധങ്ങൾക്കായി ഞങ്ങൾ അങ്ങയെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു കർത്താവേ. വീണ്ടും എൻ്റെ കർത്താവിൻ്റെ പാദാന്തിയെ കടന്നു വരിക. ചോദിപ്പീൻ, എന്നാൽ നിങ്ങൾക്ക് ലഭിക്കും, മുട്ടുവീൻ തുറക്കപ്പെടും, അന്വേഷിപ്പീൻ കണ്ടെത്തും. തിരുവചനമാപ്പ. അങ്ങയുടെ പാദപീഠത്തിലിരുന്ന് മുട്ടുന്നത് എൻ്റെ കുഞ്ഞുങ്ങൾ കൊടുത്ത വാതിലുകളെ തുറന്നു തരുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവേ. ഞങ്ങളുടെ ഹല്ലേലൂയ കർത്താവേ, കുടുംബത്തെ തൃക്കരങ്ങളിൽ ഏൽപ്പിക്കട്ടെ. ജീവിത പങ്കാളി ദാനമായി തന്ന ആണും പെണ്ണുമായ മക്കൾ, അവരുടെ വിദ്യാഭ്യാസം, അവരുടെ ഭാവി, അവരുടെ ജോലി, അവരുടെ കുടുംബജീവിതം, തന്നിരിക്കുന്ന കൊച്ചു തലമുറകൾ എല്ലാം സ്തോത്രത്തോടെ നന്ദിയോടെ അപ്പച്ചൻ്റെ പാദപീഠത്തിൽ ഏൽപ്പിക്കുന്നു. ഇന്ന് വരെ അത്ഭുത അതിശയമായി ഞങ്ങളെ നടത്തി കരുതിയ ദൈവത്തിന് സ്തോത്രം ചെയ്യുക. വീണ്ടും നടത്തുവാൻ സർവ്വശക്തൻ അവിടുന്ന് ആ ബലമുള്ള കരങ്ങളിൽ സമർപ്പിക്കട്ടെ. ഞങ്ങളുടെ കുഞ്ഞുങ്ങളെ അനുഗ്രഹിക്കണേ. അവരുടെ പോക്കലും വരവിലും വാഹനത്തിലും വഴിയിലും കൂടെ ഇരിക്കണമേ. പഠനത്തെ മാനിക്കണമേ. ജോലിയിൽ കൂടെ ഇരിക്കണേ. കുടുംബജീവിതത്തെ അനുഗ്രഹിക്കണമേ. അപ്പോൾ എല്ലാ അനുഗ്രഹങ്ങളും നന്മകളും സമാധാനവും സന്തോഷവും സൗഖ്യവും ദൈവകൃപയും കൊണ്ട് നടത്തേണ്ടതിനായി പ്രാർത്ഥിക്കുകയാണ്. ശത്രുവെ ആരെയും കാണരുതെന്നും പ്രാർത്ഥിക്കുന്ന. ആപത്തിൽ നിന്ന്, അപകടത്തിൽ നിന്ന്, രോഗദുഃഖാതി പകർച്ചയാതെ മരണത്തിന് ഏൽപ്പിക്കാതെ സ്വർഗ്ഗമെല്ലാവരെയും സഹായിക്കുമാറാകണമെന്നും പ്രാർത്ഥിക്കുന്നു കർത്താവേ. ഹല്ലേലൂയ. നന്ദിയോടെ സ്തോത്രം കർത്താവേ. ഈ നാളുകൾ ഹാലിൽ ഞങ്ങളുടെ കുഞ്ഞുങ്ങളെ ദൈവഭക്തിയുള്ളവരായി, അനുസരണമുള്ളവരായി, നന്നായി പഠിക്കുവാൻ സ്വർഗ്ഗം ഇടയാക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവമായ കർത്താവ് എൻ്റെ കർത്താവിനോട് ചേർന്ന് പഠിക്കുന്ന മക്കളായി തീരട്ടെ. അവരെ അനുഗ്രഹിക്കണേ എന്ന് പ്രാർത്ഥിക്കും. ജയത്തോടെ അവരെ നടത്തണേ. പ്രത്യേകിച്ച് പരീക്ഷയ്ക്കൊക്കെ തയ്യാറെടുക്കുന്ന കുഞ്ഞുങ്ങളുണ്ട്. കരുണ കാണിക്കണേ അപ്പ, കരുണ കാണിക്കണമേ. മനസ്സലിയണമേ കർത്താവേ. വിദേശ രാജ്യങ്ങൾക്ക് കടന്നു പോകാൻ തക്കോണം കൊതിയോടെ കാത്തിരിക്കുന്ന കുഞ്ഞുങ്ങളുണ്ട്. ആമേൻ. പരീക്ഷാ ഡേറ്റൊക്കെ എടുത്തിരിക്കുന്ന കുഞ്ഞുങ്ങളുണ്ട് കർത്താവേ. അവരുടെ പരീക്ഷയിൽ കൂടെ ഇരിക്കണമേ. ഓർമ്മശക്തിയും ബുദ്ധിയും കൊടുക്കണമേ. നന്നായി പഠിച്ച് പരീക്ഷ എഴുതി വലിയ മാർക്കോടെ പാസ്സാകുവാൻ തക്കണം സ്വർഗ്ഗത്തിലെ അപ്പച്ചൻ ഇടയാക്കുമാറാകണമെന്നും പ്രാർത്ഥിക്കുന്നു. പ്രത്യേകിച്ച് 10ാം ക്ലാസ്സിലും +1നും +2നും ഒക്കെ പഠിക്കുന്ന മക്കളുണ്ട്. ചെറിയ ക്ലാസ്സുകളിൽ പഠിക്കുന്നവരുണ്ട്. ഡിഗ്രിക്ക് പഠിക്കുന്ന കുഞ്ഞുങ്ങളുണ്ട്. BSc നഴ്സിങ്ങിനും എഞ്ചിനീയറിങ്ങിനും മെഡിസിനും പഠിക്കുന്ന മക്കൾ, മറ്റ് വിവിധ കോഴ്സുകളിലായിരിക്കുന്ന കുഞ്ഞുങ്ങൾ, OETയും IELTSഉം പ്രൊമറ്ററി പരീക്ഷയും നീറ്റിൻ്റെ പരീക്ഷയ്ക്കും തയ്യാറെടുക്കുന്ന കുഞ്ഞുങ്ങൾ, ജർമ്മൻ പഠിക്കുന്ന മക്കൾ അപ്പച്ചൻ്റെ കരങ്ങളിൽ ഏൽപ്പിക്കുകയാണ്. ഞങ്ങളുടെ കുഞ്ഞുങ്ങളെ സഹായിക്കണേ അപ്പച്ച, സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവമായ കർത്താവേ, ഈ സമയം ഹല്ലേലൂയ
ജോലി ചെയ്യുന്ന ഓരോ മക്കളെ അവിടുന്ന് ബലപ്പെടുത്തി സഹായിച്ചു കൊള്ളുമാറാകണം. കുടുംബജീവിതത്തിലായിരിക്കുന്ന കുഞ്ഞുങ്ങൾ സന്തോഷത്തോടും ദൈവകൃപയോടും ജീവിപ്പാൻ സഹായിക്കുമാറാകണം. എൻ്റെ കർത്താവെ സ്തോത്രം സ്തോത്രം കർത്താവ്. ഞങ്ങളുടെ കൊച്ചു തലമുറകളെയൊക്കെ പ്രാർത്ഥിച്ച് അനുഗ്രഹിക്കുന്നത് ദൈവകൃപയിൽ വളരാൻ സഹായിക്കണമേ കർത്താവെ. ദൈവമായ കർത്താവെ, ജോലിയില്ലാതെ ഭാരപ്പെടുന്ന കുഞ്ഞുങ്ങൾക്ക് വേണ്ടി ഉപജീവനമാർഗത്തിൻ്റെ വഴികളെ തുറക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. അപ്പാ, ഈ സമയം ഹല്ലേലൂയ കർത്താവെ, കുടുംബജീവിതത്തിൽ സമാധാനമില്ലാത്ത ജീവിതങ്ങളുണ്ട്, അവരെ സമർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുകയാണ്. സന്തോഷത്തോടും ദൈവകൃപയോടും ജീവിപ്പാൻ തക്കണം ഭാഗ്യമൊരുക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. അവരെ ചൊല്ലി വേദനിക്കുന്ന കുഞ്ഞുങ്ങളുണ്ട് കർത്താവെ, മാതാപിതാക്കളുണ്ട് കർത്താവെ. സ്വർഗമേറി അവരുടെ വിഷയങ്ങൾക്ക് ഹല്ലേലൂയ മറുപടിയുമായി ഇറങ്ങണമേ എന്ന് പ്രാർത്ഥിക്കുകയാണ്. ദൈവമായ കർത്താവെ, ഈ സമയം കടഭാരമുള്ള മക്കളെ സമർപ്പിക്കുന്നുണ്ട്. ദൈവം അവരെ സഹായിക്കണമേ. ജപ്തിയുടെ വക്കിലായിരിക്കുന്ന ജീവിതങ്ങളുണ്ട് കർത്താവെ, കരുണ കാണിക്കണമേ, കരുണ കാണിക്കണമേ, അത്ഭുതം ചെയ്യണമേ. അപ്പം അതിൻ്റെ ദൂതനെ അവർക്ക് വേണ്ടി ഇറക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഭാരമൊഴിഞ്ഞ് സ്വസ്ഥരാകണം, ദൈവത്തെ മഹത്വപ്പെടുത്തണം, കർത്താവിൻ്റെ സ്നേഹം തിരിച്ചറിയണം, അതിനായിട്ടവൻ ഒരുക്കണമേ എന്ന് പ്രാർത്ഥിക്കുകയാണ്. വിവാഹപ്രായമായ ഞങ്ങളുടെ കുഞ്ഞുങ്ങളെ സമർപ്പിക്കുന്നപ്പാ, നീ അവർക്ക് തക്ക തുണയൊരുക്കി അവരുടെ വിവാഹം നടക്കുവാൻ സഹായിക്കണമേ. കുഞ്ഞുങ്ങളില്ലാത്ത ദമ്പതിമാർക്ക് തലമുറകൾ കൊടുത്ത് സഹായിക്കണമേ കർത്താവെ. ദൈവമായ കർത്താവ്, ഗർഭിണികളായിരിക്കുന്ന കുഞ്ഞുങ്ങളെ മാസത്തിയോളം കൂടി ഇരുന്ന് സൂക്ഷിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ. നന്ദി പിതാവേ. ഭവനമില്ലാത്ത മക്കൾക്ക് ഭവനം നൽകണമേ. ഭവനം പണിയുന്നവരെ കർത്താവ് സഹായിക്കണമേ. പണികളെയൊക്കെ പൂർത്തീകരിച്ചതിൽ പാർക്കുവാൻ ഭാഗ്യമൊരുക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കഷ്ടനഷ്ടങ്ങളിൽ നിന്നൊക്കെ വിടുവിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. മദ്യപാനികളെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. മയക്കുമരുന്നിന് അടിമപ്പെട്ടവരെ ഓർക്കുന്നുണ്ട്. സ്വർഗത്തിലെ ദൈവമാനസാന്തരം നൽകണമേ എന്ന് പ്രാർത്ഥിക്കുകയാണ്. ഹല്ലേലൂയ കർത്താവ്. യാത്ര ചെയ്യുന്ന ഓരോ മക്കളെയും സമർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുന്നു. ഓരോ യാത്രയിലും കർത്താവ് കൂടെയിരിക്കണം. നിശ്ചിത സ്ഥാനത്ത് എത്തുവോളം കൃപയിൽ മറയ്ക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവെ. സ്തോത്രം സ്തോത്രം കർത്താവെ. പുതുവയസ്സിൽ പ്രവേശിച്ച മക്കൾക്കായി സ്തോത്രം ചെയ്യുന്നു. കുടുംബജീവിതത്തിൽ പുതുവർഷക്കാലം പ്രവേശിച്ച മക്കൾക്കായി സ്തോത്രം. പുതിയ നന്മയും സന്തോഷവും ഓരോ മക്കൾക്കും നൽകി കുടുംബമായി അവരെ സഹായിക്കുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവെ. ഹല്ലേലൂയ കർത്താവെ. സ്തോത്രം. ഞങ്ങളുടെ ഹല്ലേലൂയ കർത്താവെ, നാടും വീടും വിട്ട വിദുരിതകളിലൊക്കെ ആയിരിക്കുന്ന ഓരോ പ്രിയപ്പെട്ട മക്കളെയും ചേർത്ത് വെച്ച് പ്രാർത്ഥിച്ച് അനുഗ്രഹിക്കുന്നു. മാതാപിതാക്കളില്ലാത്ത കുഞ്ഞുങ്ങളെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. എൻ്റെ ദൈവർക്ക് മാതാവും പിതാവുമായി കൂടിയിരുന്നവരെ സഹായിച്ചു കൊള്ളണമേ, അവിടുത്തെ ആലോചനയാൽ നടത്തിക്കൊള്ളണമേ എന്നും പ്രാർത്ഥിക്കുന്നു കർത്താവെ. സ്തോത്രം സ്തോത്രം. ഓരോ മക്കളെയും ആവശ്യങ്ങളും ആഗ്രഹങ്ങളും സ്വർഗത്തിലെ അപ്പച്ചൻ അറിയുന്നില്ല. അപ്പാ, നീ അവിടുന്ന് കരുണ കാണിക്കണം, മനസ്സലിയണമെന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവെ. സ്തോത്രം. ഞങ്ങളുടെ രോഗികളെ എല്ലാം തിരുമുൻപാകെ സമർപ്പിക്കുന്നു കർത്താപ്പച്ച. രോഗികൾക്ക് സൗഖ്യം സമാധാനം അവിടുന്ന് നൽകണമേ. അങ്ങൊന്ന് തൊടുമാറാകണമേ കർത്താവെ. തൊട്ട് സുഖപ്പെടുത്തുമാറാകണമേ കർത്താവെ. കാൽവര്യത്താൽ മുദ്രയിടുമാറാകണമേ. യേശുവിൻ്റെ രക്തം കുത്തിവയ്ക്കണേ അപ്പാ. സകല രോഗാണുക്കളെയും നിർജീവമാക്കണമേ കർത്താവെ. മനസ്സലിവും കരുണയുമുള്ള കർത്താവെ, അങ്ങയുടെയാണ് ഇപ്പോഴത്തുള്ള കാര്യം ഓരോ മക്കളുടെ പേരും തൊടണമെന്ന് പ്രാർത്ഥിക്കുന്നു. ആശുപത്രിയിലും ഭവനങ്ങളിലുമായിരിക്കുന്ന കുഞ്ഞുങ്ങൾ, ICUലും CCUലും കിടക്കുന്നവർ, ഡെലിവറി റൂമിൽ കിടക്കുന്നവർ, വെന്റിലേറ്ററിൽ കിടക്കുന്നവർ ഞങ്ങൾ ഓർത്ത് പ്രാർത്ഥിക്കുന്നു കർത്താവെ. ഭവനത്തിൽ കിടക്കയിലായിരിക്കുന്ന മക്കളുണ്ട് കർത്താവെ, ഇവരെ സമർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുന്നു കർത്താവെ. ദൈവമായ കർത്താവെ, ശരീരമാസകലം വേദനയാൽ ഭാരപ്പെടുന്ന ജീവിതങ്ങളുണ്ട് കർത്താവ്. നീർക്കെട്ടും വേദനയുമുള്ളവർ, മുട്ടിൻ്റെ വേദനയും നടുവിൻ്റെ വേദനയുമുള്ളൊരു കർത്താവെ. കർത്താവെ സ്തോത്രം സ്തോത്രം. അപ്പച്ചൻ്റെ പൊന്നു ബാധപ്പെടുത്തിൽ ഏൽപ്പിക്കുന്ന യൂറിക് ആസിഡും ക്രിയാറ്റിനുമുള്ള മക്കളുണ്ട് കർത്താവ്. ഷുഗറും പ്രഷറും കൊളസ്ട്രോളും ഉള്ളവരുണ്ട് കർത്താവ്. കണ്ണിന് കാഴ്ചയില്ലാത്തൊരു, കേൾവിയില്ലാത്തൊരു, ഓർമ്മയില്ലാത്തൊരു, ബുദ്ധിയില്ലാത്തൊരു, മാനസികമായ വിഭ്രാന്തിയിൽ കൂടി കടന്നു പോകുന്നവരുണ്ട് കർത്താവ്. ദൈവമേ, ക്യാൻസർ രോഗികളുണ്ട്, കിഡ്നി രോഗികളുണ്ട്, ഹാർട്ടിനും ലിവറിനും കുഴപ്പമുള്ളവരുണ്ട്, തലയ്ക്കകത്ത് വേദനയാൽ ഭാരമുള്ളവരുണ്ട്, ആസ്മ രോഗികൾ, തൈറോയിഡ് ഉള്ളവരുണ്ട് കർത്താവ്. ഹല്ലേലൂയ കർത്താവേ. സ്തോത്രം സ്തോത്രം. കിടക്കയിൽ കഴിക്കുന്നവരുണ്ട്, കൈകാൽക്ക് ചലനമില്ലാത്തവരുണ്ട് കർത്താവേ. ഉറക്കമില്ലാത്ത ജീവിതങ്ങളുണ്ട് കർത്താവേ. അപ്പൻ്റെ ബലമുള്ള കാര്യത്തിലോട്ട് ഏൽപ്പിച്ചു തരുന്നപ്പാ. സ്തോത്രം 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 കർത്താവേ. ദൈവമായ കർത്താവെ, പ്രാർത്ഥിച്ച് അനുഗ്രഹിച്ച് ഏൽപ്പിക്കുന്ന പൊന്നുകരം വയ്ക്കണമേ. ഉദരസംബന്ധമായ രോഗമുള്ളവർ, ഹല്ലേലൂയ കർത്താവേ, ബ്ലീഡിങ് ഉള്ളവർ, അപ്പോൾ നിൻ്റെ പൊന്നുകരം വയ്ക്കണമേ, സൗഖ്യപ്പെടുത്തണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ കർത്താവേ. സ്തോത്രം സ്തോത്രം. ഹല്ലേലൂയ. എല്ലാ രോഗത്തിനും നല്ല വൈദ്യൻ എൻ്റെ അപ്പന, തൊട്ട് സുഖപ്പെടുത്തിയേ മതിയാകുന്നു പ്രാർത്ഥിക്കുന്നു. സ്തോത്രം 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 സ്തോത്രം. അങ്ങ് തൊട്ടവരും അങ്ങേ തൊട്ടവരും വിടുതൽ പ്രാപിക്കാതെ പോയിട്ടില്ല. അങ്ങയുടെ പാദപിടം ചേർന്ന് കടന്നു വന്നവരാരും ലജിച്ചു പോയിട്ടില്ല. സ്വർഗം മനസ്സലിഞ്ഞ് കരുണ കാണിച്ച് എല്ലാ രോഗികളെയും സുഖപ്പെടുത്തണമെന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവേ. എൻ്റെ ദൈവമായ കർത്താവെ, സ്തോത്രം സ്തോത്രം. ഞങ്ങളുടെ ഉപജീവനമാർഗത്തെ അപ്പച്ചൻ്റെ പൊന്നുകരങ്ങളിൽ സമർപ്പിക്കുക. ചെറുതും വലുതുമായ എല്ലാ ഉപജീവനമാർഗത്തെയും കർത്താവ് ഒന്ന് വാഴ്ത്തി അനുഗ്രഹിക്കുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്നു. 5 അപ്പവും 2 മീനും വാഴ്ത്തി അനുഗ്രഹിച്ച ദൈവമേ, വലിയൊരു ശേഷിപ്പിനെ തന്ന കർത്താവേ, ഓരോ ഉപജീവനമാർഗത്തിന് മേലും കർത്താവിൻ്റെ കരം വയ്ക്കുമാറാകണം. ഹല്ലേലൂയ കർത്താവ്. മറ്റുള്ളവരുടെ മുമ്പിൽ തലകുനിച്ച് നിൽപ്പാൻ അനുവദിക്കല്ല. ഇറക്കുവാൻ, നാണമാപ്പാ, കളയ്ക്കുവാൻ ശേഷിയില്ല. നിത്യവൃത്തിക്കുള്ള വകകളെ ഓരോ മക്കൾക്കും കൊടുത്ത് സഹായിക്കുമാറാകണം.
വേർപാടിൻ്റെ ദുഃഖം അനുഭവിക്കുന്ന കുടുംബങ്ങളെ സമർപ്പിക്കുന്ന എൻ്റെ സ്വർഗത്തിലെ ദൈവമേ, നിൻ്റെ ദിവ്യ സമാധാനം ഓരോ ഹൃദയത്തിലും നൽകി മുൻപോട്ട് പ്രത്യാശയോടെ ജീവിപ്പാൻ തക്കണം സഹായിച്ചേ മതിയാകുമെന്ന് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളായിരിക്കുന്ന ദേശത്തെ അനുഗ്രഹിക്കണം. ഞങ്ങളുടെ ചുറ്റുപാടുകൾ, അയൽ കുടുംബങ്ങളെ, സഹോദരങ്ങളെ, പ്രിയപ്പെട്ട ദൂരത്തും ചാരത്തുമായിരിക്കുന്ന എല്ലാ മക്കളെയും ഒരുപോലെ പ്രാർത്ഥിച്ച് അനുഗ്രഹിക്കുക. ഞങ്ങളുടെ ഓരോ രാജ്യങ്ങളെയും പ്രാർത്ഥിച്ച് അനുഗ്രഹിക്കുന്ന കർത്താവേ, സ്തോത്രം സ്തോത്രം സ്തോത്രം. അനാഥരെയും വിധവകളെയും സമർപ്പിക്കുന്നു. ഹല്ലേലൂയ കർത്താവേ, ദൈവമായ കർത്താവേ, ഞങ്ങളുടെ ഭരണകൂടങ്ങൾക്കായി സ്തോത്രം ചെയ്യുന്നു. ഓരോ മക്കളെയും അവിടുന്ന് അനുഗ്രഹിച്ച് കാത്തുകൊള്ളണമേ. ഞങ്ങളുടെ പട്ടക്കാർ, മേൽപ്പട്ടക്കാർ, ദേവാലയങ്ങളെ സമർപ്പിക്കുന്നു. സുശേഷ വേലകളെയും വേലക്കാരെയും ഓർക്കുന്നു. സുഷ്കാന്തിയുടെ കർത്താവിൻ്റെ വേല ചെയ്യുവാൻ തക്കണം. ആത്മഭാരത്തോടെ കർത്താവിൻ്റെ വേല ചെയ്യുവാൻ തക്കണം. പരിശുദ്ധാത്മാവെ ഓരോ മക്കളെയും നിയന്ത്രിച്ച് നടത്തുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്നു. സ്തോത്രം സ്തോത്രം. അങ്ങനെ എല്ലാ നന്മകളും അനുഗ്രഹങ്ങളും ഓരോ ജീവിതത്തിലും കൊടുത്ത് സ്വർഗം മാനിക്കുമാറാകണം. പ്രാർത്ഥിച്ച് അനുഗ്രഹിച്ച് 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 ഏൽപ്പിക്കുന്നു യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ തന്നെ. ആമേൻ ആമേൻ ആമേൻ.